ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. റാഗി ചെറുപയർ ദോശ ഇഡ്ഡലി ഇതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഷുഗറുകാർക്കും ഡയറ്റ് നോക്കുന്നവർക്കും വണ്ണം കുറയ്ക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പോരാതെ ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് റാഗിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു അര കപ്പിലും കൂടുതൽ ചെറുപയർ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് മാത്രം ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉലുവ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം, കാരണം റാഗിയിൽ നല്ല പോലെ അഴുക്കുണ്ടായിരിക്കും. ഒരുപാട് തവണ വെള്ളം ക്ലിയർ ആവുന്നത് വരെ കഴുകിയെടുത്തിട്ട് ഇത് കുതിരാനായിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഒരു 5 മണിക്കൂർ നേരമെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ 5 മണിക്കൂറായിട്ടുണ്ട്. അതിന് ശേഷം എടുത്ത് നോക്കിയ സമയത്ത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഒന്നും കൂടി വാഷ് ചെയ്ത ശേഷം വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതുപോലെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വലിയ ജാറായതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് അരച്ചെടുത്താലും മതി. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. നല്ല രീതിക്ക് തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ അരച്ചെടുക്കരുത്. കുറേശ്ശെ നോക്കി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. മിക്സറിലെ ജാറ് കഴുകിയ ശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി ഇതിലേക്ക് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മിക്സാക്കി എടുക്കണം. കാരണം ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ഈനോ, ഈസ്റ്റ് ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊന്നും ചേർക്കാതെയാണ് ഇത് റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈ വെച്ച് മിക്സാക്കി എടുക്കണം. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. സാധാ ഇഡ്ഡലി ദോശയുടെ ഒക്കെ മാവ് നമ്മൾ വെക്കില്ലേ, അത്രയും സമയം വെക്കുക. അതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈകുന്നേരം അരച്ച് വെച്ച് രാവിലെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡിന്നറായിട്ട് കഴിക്കാനാണെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം എടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മാവൊക്കെ നല്ലോണം പൊന്തിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അരച്ച് വെച്ചതിനേക്കാട്ടിലും കൂടുതലായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. നല്ല രീതിക്ക് തന്നെ അത് ഇങ്ങനെ മാവ് ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയാണോ വേണ്ടെങ്കിൽ അത് ചുട്ടെടുക്കുക, അതല്ല ദോശയോ വേണ്ടെങ്കിൽ അത് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അവന് ഇഡ്ഡലിയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് അതും ഉണ്ടാക്കുന്നുണ്ട്. ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് ആവി വരുന്ന സമയത്ത് ഇഡ്ഡലി തട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വന്ന സമയത്ത് ഓയിലാക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇതുപോലെ ഒന്ന് ചൂടായ ശേഷം ഓയിലാക്കി കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ നല്ല പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് കിട്ടും കേട്ടോ. ഓയിലൊന്നാക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. സാധാ നമ്മുടെ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന അത്രയും സമയം നമുക്കിത് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 12 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ഈനോ അല്ലെങ്കിൽ ഈസ്റ്റ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇഡ്ഡലി തട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനും കിട്ടും കേട്ടോ. ഏതൊരു നമ്മൾ സാധാ ഇഡ്ഡലി ദോശ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ ഏതൊരു ചമ്മന്തിയുടെയും ചട്നിയുടെയും സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചട്ടി ചൂടായി വരുന്ന സമയത്ത് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് കനത്തിൽ ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക. അതല്ല ഇതുപോലെ നല്ല നൈസായിട്ട് ചുട്ടെടുക്കണമെങ്കിൽ നല്ല നൈസായിട്ടുള്ള ദോശ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഓയിലോ നെയ്യോ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതാക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് സമയം എടുത്തിട്ട് നല്ല മുരിഞ്ഞ ദോശയാക്കിയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് തിരിച്ചിട്ട് മുരിച്ചെടുക്കുന്ന ദോശയാണ് മോനിക്കൊക്കെ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിടാതെ എടുക്കണം എന്നുള്ളവർക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല മൊരിയിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഡിന്നറായിട്ടാണെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ.
ഡയറ്റ് എടുക്കുന്നവർക്കാണെങ്കിലും പ്രമേഹ രോഗികൾക്കാണെങ്കിലും ഒക്കെ ഗോതമ്പിൻ്റെ കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഇനി ഡയറ്റ് എടുക്കാത്തവർക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. കാൽഷ്യവും അയേണും ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കണം കേട്ടോ. എന്നും നമ്മൾ ഇഡലിയും ദോശയും സാധാ ദോശ ഇഡലിയൊക്കെ കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുത്ത് ശീലിപ്പിക്കുന്നതും നല്ലതാണ് കേട്ടോ. ഏത് കറിയുടെ കൂടെയാണെങ്കിലും ചട്നിയുടെ കൂടെയാണെങ്കിലും ചമ്മന്തിയുടെ കൂടെയാണെങ്കിലും അതുപോലെ മീൻ കറിയുടെ കൂടെയാണെങ്കിലും ചിക്കൻ കറിയുടെ കൂടെയും ഗ്രീൻ പീസ് കറിയുടെ കൂടെയും അതുപോലെ തേങ്ങാ ചട്നി തക്കാളി ചട്നി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.